കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഇനിയുള്ള ഫോക്കസ് മുഴുവൻ സൂപ്പർ കപ്പിലാണ്. ഏപ്രിൽ 21 ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് മത്സരങ്ങൾ. ഇത്തവണ നോക്കൗട്ട് ഫോമാറ്റിലാണ്. അപ്പം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ISL ഈ സീസണിലെ പ്രതീക്ഷയെല്ലാം അവസാനിച്ചു. ഇനി ആകെയുള്ളത് ഒരു മത്സരമാണ്. പ്ലേ ഓഫിൽ നിന്ന് നേരത്തെ തന്നെ പുറത്തായി. പക്ഷേ കഴിഞ്ഞ മത്സരം വിജയിക്കാൻ സാധിച്ചു. മുംബൈയോട് പകരം ചോദിക്കാൻ നമുക്ക് സാധിച്ചു കൊച്ചിയിൽ. അപ്പോൾ ഇനി വരുന്ന മത്സരം ഹൈദരാബാദിനെതിരെയാണ്. അപ്പോൾ ഈ മത്സരം കൂടെ വിജയിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആത്മവിശ്വാസം വലിയ തോതിൽ വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സൂപ്പർ കപ്പിന് ഒരുങ്ങുന്നതിന് മുന്നോടിയായിട്ട് അവസാന 2 മത്സരങ്ങളിൽ വിജയിക്കാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ ടീമിൻ്റെ കോൺഫിഡൻസ് ഒന്ന് വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഈ മുംബൈക്കെതിരെയുള്ള മത്സരം വിജയിച്ചതിന് ശേഷം കാര്യമായിട്ടുള്ള റിസൾട്ടൊന്നും അല്ല, കാരണം പ്ലേ ഓഫിൽ നിന്നൊക്കെ നേരത്തെ പുറത്തായിരുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിലും ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാവരും വളരെ കോൺഫിഡൻറ്റോടെ വളരെ എൻജോയ് ചെയ്യുന്നതാണ് നമ്മൾ കാണാൻ സാധിച്ചത്. അപ്പം കഴിഞ്ഞ മത്സരത്തിന് ശേഷം മുംബൈക്കെതിരെയുള്ള മത്സരത്തിന് ശേഷം കോച്ച് TG പുരുഷോത്തമൻ തന്നെ അത് സൂചിപ്പിച്ചിരുന്നു. അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇനിയുള്ള ഈ സീസണിലെ ലക്ഷ്യം മുഴുവൻ സൂപ്പർ കപ്പിലാണ്. സൂപ്പർ കപ്പിൽ പരമാവധി ടീം പോരാട്ട വീരം കാഴ്ചവെക്കും, 100% സമർപ്പിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ക്വാമി പെപ്രയും ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ എന്തായാലും ഈ സീസണിലെ സൂപ്പർ കപ്പിനെ ബ്ലാസ്റ്റേഴ്സ് വളരെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ഈസ്റ്റ് ബംഗാളാണ് സൂപ്പർ കപ്പ് വിജയിച്ചത്. അതുവഴി അവർക്കൊരു കിരീടം നേടാൻ സാധിച്ചു. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഡ്യൂറൻ കപ്പ്, ആ ഡ്യൂറൻ കപ്പിൽ നോർത്ത് ഈസ്റ്റ് വിജയിച്ചിരുന്നു. അപ്പോൾ അതുവഴി അവർക്കും കഴിഞ്ഞ സീസണിലെ ഡ്യൂറൻ കപ്പ് വിജയിച്ചത് വഴി ഒരു കിരീടം നേടാൻ സാധിച്ചു. അവരുടെ ആദ്യത്തെ കിരീടമായിരുന്നു. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഈ കിരീടത്തിനായുള്ള ഒരു കാത്തിരിപ്പ് ഇങ്ങനെ തുടരുകയാണ്. ഇപ്പം 11ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇതുവരെ ഒരു കിരീടമില്ല. ഇത്രയും ഫാൻസ് ഉള്ള ഒരു ടീമിന് എന്തുകൊണ്ടൊരു കിരീടമില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ISL ട്രോഫിയും ISL ഷീൽഡും അവിടെ നിൽക്കട്ടെ, പക്ഷേ ഡ്യൂറൻ കപ്പും അല്ലെങ്കിൽ ഈ പറയുന്ന സൂപ്പർ കപ്പൊക്കെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ കിട്ടിയാലോ അതൊരു വലിയ ആത്മവിശ്വാസം ടീമിന് നൽകും. നമ്മൾ നോക്കേണ്ടത് നോർത്ത് ഈസ്റ്റിൻ്റെ ഒരു പെർഫോമൻസ് ആണ് ഈ സീസണിലെ. കഴിഞ്ഞ സീസണിലെ ഡ്യൂറൻ കപ്പ് നേടിയതിന് ശേഷം അവരെത്ര മികച്ച രീതിയിലാണ് കളിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഒരു ബ്ലോക്കായിട്ട് നിൽക്കുന്നത് ആ ഒരു കിരീടമില്ലാത്ത ഒരവസ്ഥയാണ്. ഒരു കിരീടം നേടാൻ സാധിച്ചാൽ അത് ബ്ലാസ്റ്റേഴ്സിന് വലിയ ഗുണം ചെയ്യും. ഇത്തവണ നോക്കൗട്ട് ഫോർമാറ്റിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു മത്സരം ആ മത്സരത്തിൽ എങ്ങനെ വരുന്നോ അതിനനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ള പോക്ക്. അപ്പം പഞ്ചാബ് FCയോ അല്ലെങ്കിൽ ഈസ്റ്റ് ബംഗാളോ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികളെന്നാണ് പറയുന്നത്. 16 ടീമുകളാണ് മൊത്തം നോക്കൗട്ട് ഫോമാറ്റിലുള്ള ഈ സൂപ്പർ കപ്പിൽ മത്സരിക്കുന്നത്. ഇത്തവണ ഫോമാറ്റ് മാറിയിട്ടുണ്ട്, ഗ്രൂപ്പ് അടിസ്ഥാനത്തിലല്ല. 13 ടീമുകൾ ISLൽ നിന്നും 3 ടീമുകൾ I ലീഗിൽ നിന്നുമാണ്. ജയിക്കുന്ന ടീം ക്വാർട്ടറിലേക്ക് കടക്കും. അപ്പം ഒരു നോക്കൗട്ട് ഫോമാറ്റിലാണ് ഈ ടൂർണമെൻറ്റ് പോകുന്നത്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കൈമയും മറന്ന് പോരാടുക എന്നുള്ളത് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട മുന്നിലുള്ളൊരു മാർഗം. പിന്നെ നമ്മൾ നോക്കേണ്ടത് ചില താരങ്ങളെയൊക്കെ ബ്ലാസ്റ്റേഴ്സ് റിസർവ് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഇപ്പം ജീസസ് ഹിമിനസ്, അദ്ദേഹത്തെ പിന്നെ കളിപ്പിച്ചിട്ടില്ല, ചെറിയ പരിക്കുണ്ടായിരുന്നു. അദ്ദേഹത്തോട് നാട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. ഇനി സൂപ്പർ കപ്പിന് വന്നാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ബ്ലാസ്റ്റേഴ്സ് ഒരു മികച്ച നിരയെ തന്നെ ഇറക്കാനുള്ളൊരു തീരുമാനം തന്നെയാണ് ഉണ്ടാകുക. പിന്നെ ഇത്തവണ ഒരു പ്രാധാന്യം എന്ന് പറയാനുള്ളത് വേറൊന്നുമല്ല, സൂപ്പർ കപ്പ് ജയിക്കുന്ന ടീമിന് AFC ചാമ്പ്യൻസ് ലീഗ് 2ൻ്റെ പ്ലേ ഓഫിന് യോഗ്യത ലഭിക്കും എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ മികച്ച ടീമുകളെ തന്നെ ആയിരിക്കും എല്ലാവരും ഇറക്കുക. നല്ല താരങ്ങളെ തന്നെ, മുൻനിര താരങ്ങളെ തന്നെ സൂപ്പർ കപ്പിൽ ഇറക്കാനുള്ളൊരു സാധ്യതയാണ്. പിന്നെ ബ്ലാസ്റ്റേഴ്സിന് ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു നല്ല ഗ്യാപ്പ് ലഭിക്കും മുന്നൊരുക്കങ്ങൾക്കായിട്ട്. കാരണം ഒരു മാസത്തോളം ഗ്യാപ്പ് ലഭിക്കും. മറ്റ് പല ടീമുകളും ഓൾറെഡി പ്ലേ ഓഫിന് യോഗ്യത നേടിയത് കൊണ്ട് തന്നെ അവർ കുറച്ചും കൂടി എക്സോസ്റ്റഡ് ആയിട്ടായിരിക്കും ഈ ടൂർണമെൻറ്റിലേക്ക് വരിക. അല്ലെങ്കിൽ അവരുടെ പല മുൻനിര താരങ്ങൾക്കും വിശ്രമം നൽകേണ്ട ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അങ്ങനെയല്ല, വളരെ ഫ്രഷ് ആയിട്ട് ഫ്രഷ് സ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ തന്നെ ഈ ഒരു ടൂർണമെൻറ്റിനെ സമീപിക്കാൻ കഴിയുമെന്നുള്ളതൊരു പോസിറ്റീവായുള്ള കാര്യമാണ്. പക്ഷേ ടീമിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ടീമിൽ ഇപ്പോൾ മാറ്റങ്ങളൊന്നും എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ നെക്സ്റ്റ് സമ്മറിലല്ലേ ഇനിയിപ്പോൾ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടീമിനെ വെച്ച് തന്നെ മാക്സിമം റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിന് മുമ്പിലുള്ള ഒരു പോം വഴി. പിന്നെ സൂപ്പർ കപ്പിനെ നമുക്ക് ആ രീതിയിൽ തന്നെ കാണാം. പിന്നെ നമ്മൾ ബ്ലാസ്റ്റേഴ്സ് ഫാൻസാണ്. നമുക്കിപ്പം എത്ര നിരാശയുണ്ടെങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷയോടെ തന്നെ നിൽക്കും. കാരണം ഓരോ കച്ചിത്തുരുമ്പും നമുക്ക് പ്രതീക്ഷയാണ്. ഇപ്പോൾ പല ആളുകളും നമ്മളിത് പറയുമ്പോൾ ഇത് എന്തിനാണ് സൂപ്പർ കപ്പിനെയൊക്കെ ഇങ്ങനെ വലിയ ഹൈപ്പ് കൊടുക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഉള്ളിൽ എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു കിരീടം നേടണമെന്നുള്ള ആഗ്രഹം ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ബ്ലാസ്റ്റേഴ്സിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, അല്ലെങ്കിൽ കേരള ഫുട്ബോളിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അത് തന്നെയാണ്. ഇപ്പോൾ എന്തായാലും നമുക്ക് സൂപ്പർ കപ്പിനായി ഇനി കാത്തിരിക്കുക. അതിന് മുന്നോടിയായിട്ടുള്ള ഹൈദരാബാദിനെതിരെയുള്ള പോരാട്ടത്തെയും നമുക്ക് വളരെ സൂക്ഷ്മമായി തന്നെ വിലയിരുത്താം. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ കപ്പ് സാധ്യതകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ.